ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു ടേമാണ് വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇത് ട്രെൻഡിങ്ങിലാവാൻ കാരണം തന്നെ ഇതിന്റെ പിന്നിലെ സൈക്കോളജിക്കൽ സക്സസ് തന്നെയാണ്. വിഷ്വലൈസേഷൻ പ്രൈംസ് യുവർ ബ്രെയിൻ ഫോർ സക്സസ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളൊരു കാര്യം കണ്ട് അത് ലൈഫിൽ അട്രാക്ട് ചെയ്ത് സക്സസ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു സൈക്കോളജി ഉപയോഗിച്ചിട്ടാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഉള്ള പിക്ചേഴ്സ് ആയിരിക്കും നമ്മൾ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. അതായത് കുറേ പിക്ചേഴ്സ് നമ്മൾ പ്രിന്റ് എടുത്ത് ഒരു ബോർഡിലോ പേപ്പറിലോ ഒട്ടിച്ച് കാണുന്ന ഒരു സ്ഥലത്ത് എപ്പോഴും വയ്ക്കും. അത് നമ്മൾ സ്ഥിരം കാണുമ്പോൾ നമുക്കൊരു ഇമോഷണൽ കണക്ഷനാണ് ആ ഇമേജസുമായിട്ട് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മോട്ടിവേഷനിലായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും നമ്മുടെ ഡ്രീമുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പിക്ചർ കാണുമ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വർക്ക് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യാനുള്ള ചാൻസും അവിടെയുണ്ട്. അതായത് നമ്മുടെ മോട്ടിവേഷൻ ബൂസ്റ്റ് ചെയ്യാനും ഒരു ഡോപ്പമിൻ ഇഫക്റ്റ് ഒക്കെ ഈ ഒരു പിക്ചറിൽ നിന്ന് കിട്ടും. അപ്പം തന്നെ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ഒരു വർക്ക് ഇടാനും അതങ്ങനെ ഇമ്പ്രൂവ്മെന്റിലേക്ക് പോയി സക്സസ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് മാത്രമല്ല നമ്മൾ കാണുന്ന പിക്ചേഴ്സ് നമ്മുടെ ലൈഫിൽ എക്സ്റ്റേണൽ ആയിട്ട് അട്രാക്ട് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അത് മാത്രമല്ല നമ്മളൊരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് അതിനൊരു ഡെഡ് ലൈനും ഡ്യൂ ഡേറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ റിയാലിറ്റി ബോർഡും കൂടി നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നമ്മുടെ ആ ഒരു സ്വപ്നങ്ങളൊക്കെ നടന്നു കിട്ടി അല്ലെങ്കിൽ റിയാലിറ്റിയിൽ അത് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾ എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ ഇവന്റ്സ് സംഭവിക്കുമ്പോൾ ആ ഒരു പിക്ചറും കൂടി നമ്മുടെ ഫോണിലൊക്കെ ഒന്ന് എടുത്തു വയ്ക്കുക. അതിനുശേഷം റിയാലിറ്റി ബോർഡും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ റിയാലിറ്റി വിൽ ബി ബെറ്റർ, അതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഏറ്റവും ബെറ്റർ ആവാനുള്ള രീതിയിൽ വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ വിഷൻ ബോർഡ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്താലും ഓവർ ആയിട്ടുള്ള ഡെക്കറേഷനിലല്ല, നമ്മൾ അത് എങ്ങനെ ചെയ്യുന്നു, ലൈഫിലേക്ക് അത് എങ്ങനെ റിയാലിറ്റിയിലോട്ട് കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം മറന്നു പോരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ ഇനിയും സമയമൊന്നും വൈകിട്ടില്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഒരു സക്സസിലോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്ത് വേയും കൂടി നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക.